ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ചെറിയൊരു ഷോപ്പിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ലുലു മാളിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ചെറിയൊരു ഷോപ്പിംഗ് ആണ്. അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എന്തായാലും ഫസ്റ്റ് തന്നെ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ഒന്ന് ചെയ്യുക ഫ്രണ്ട്സ്. അപ്പോൾ എന്തായാലും നല്ല തിരക്കുണ്ടായിരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ വെളിയിൽ കാണുന്ന പോലെയല്ല ഉള്ളിൽ, പക്ഷെ അത്ര തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിത് ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഫസ്റ്റ് നമ്മൾ മേലെ ഫ്രണ്ട്സ് പോയിട്ടുള്ളത്. അപ്പോൾ മേലെ വന്നിട്ട് ഞങ്ങൾക്ക് ഫണ്ടൂരിത്തെ ഒരു കാർഡ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് ഇങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പച്ചി തന്നതാണ്. ആ കാർഡ് 2 കിട്ടിയിട്ടുണ്ട്. അതിൽ നമ്മൾ ബാലൻസ് അനുസരിച്ചിട്ട് പോകും. അപ്പോൾ എന്തായാലും നമ്മൾ അതിലേക്ക് കയറാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ മേലെ പോയി. അപ്പോൾ ബാക്കി നമ്മൾ താഴ്ന്ന സാധനം വാങ്ങിച്ചിട്ട് പോവുകയാണെങ്കിൽ എന്തായാലും അതൊക്കെ പിടിച്ചിട്ട് ഓണം വേണ്ടിയിട്ടാണ് ഫസ്റ്റ് നമ്മളിവിടെ വന്നത്. അപ്പോൾ ആദ്യം തന്നെ കുഞ്ഞാണിക്ക് ഒരു കാറോ ബൈക്കോ എന്തോലും കയറണം പറഞ്ഞു, റേസിങ് ചെയ്യണ പോലെ. അപ്പോൾ അവൻ അതിൽ ചോദിച്ചു. അപ്പോൾ എല്ലാത്തിനും നല്ല തിരക്കായിരുന്നു, ക്യൂ നിൽക്കായിരുന്നു. അങ്ങനെ ക്യൂ നിന്നിട്ട് അവരും അങ്ങനത്തെ കയറി. ഒരു എന്താ പറയുക, സീറ്റ് പോലത്തെ ഒരു കാറ് റേസിങ്ങിലാണ് കയറിയത്. അവനാണെങ്കിൽ താഴത്തെ പെടലൊന്നും ചവിട്ടാൻ കിട്ടില്ല. അപ്പം ഞാനാണ് അവനക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുത്തത് ചവിട്ടിയിട്ടൊക്കെ. അവനാണെങ്കിൽ ചവിട്ടാൻ കിട്ടാണ്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, കാലൊക്കെ എത്തിപ്പിക്കണ കണ്ടു. ഞാനാണ് അവിടെ ഇരുന്നിട്ട് പിന്നെ കാലൊക്കെ എത്തിപ്പിച്ചത്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു കളിക്കുമ്പോൾ. ഞാനും കുറച്ച് കളിക്കുകയൊക്കെ ചെയ്തു. അവന് വേറെ ബൈക്കിൽ കയറണം പറഞ്ഞു, പക്ഷെ അതിൽ നല്ല ആളുണ്ടായതുകൊണ്ടാണ് ഇതിൽ കയറിയത്. അപ്പോൾ അവന് എന്താണ് അവിടെ ഇവിടെയൊക്കെ കൊണ്ട് ഇടിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു ഫ്രണ്ട്സ്. പക്ഷേ എന്നാലും അവൻ കളിച്ചു. അവസാനത്തെ ഒരു 1 മിനിറ്റൊക്കെ എന്തോ ഉള്ളൂ കളിക്കാൻ. അപ്പോൾ അവിടെ മിനിറ്റ് എന്തൊക്കെ എഴുതി കാട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനും കുറച്ച് കളിച്ചു. ഇത് ഞങ്ങൾ ആദ്യമായിട്ട് കളിച്ചിട്ടുണ്ടായിരുന്നത് ജോബീസ് മാളിലാണ്. പിന്നെയാണ് ഇത് അവിടെ കളിക്കുന്നത്. ജോബീസ് മാളിൽ ഇത്രയൊന്നുമില്ല ഫ്രണ്ട്സ്. അപ്പോൾ നമ്മളെന്തായാലും കുറച്ചൊക്കെ ഇത്തിരി നേരം കളിച്ചു. പിന്നെ ഒരുപാട് നേരം കളിക്കാൻ പറ്റില്ല, അതിന് ടൈം അനുസരിച്ചിട്ട് തന്നെ കളിക്കാനും പറ്റുള്ളൂ. പിന്നെ നമ്മൾ മേലത്തെ ഹൈപ്പർ മാർക്കറ്റിൽ വന്നു. കുഞ്ഞാൻ ഓരോ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ടിട്ട് വേണമെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവന് കൂടുതൽ വേണം പറഞ്ഞത് ഈ ബ്ലൂടൂത്ത് സ്പീക്കർ, മൈക്ക്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളാണ് അവൻ വേണം പറഞ്ഞത്. അപ്പോൾ അവന് അങ്ങനത്തേക്ക് അറിയുള്ളൂ, പാട്ട് വെക്കുക, അങ്ങനെ ഡാൻസ് കളിക്കുക, ആ മോഡൽ. അപ്പോൾ ഞാൻ കുറേ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്രാവശ്യം ഞങ്ങൾ വന്നപ്പോൾ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നേരത്തെ ഫസ്റ്റ് ടൈം ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ അത്രയൊന്നും ഐറ്റംസ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് ആ കുഞ്ഞാനെ വന്നിട്ട് ഓരോന്ന് നോക്കണ്ട. പിന്നെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഫ്രണ്ട്സ്. അപ്പോൾ പെരുന്നാളിനൊക്കെ നമ്മൾ ഡ്രസ്സ് എടുത്ത് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഡ്രസ്സിൻ്റെ സെക്ഷനിൽ കൂടെ പോയാൽ തന്നെ മറ്റുള്ളതൊക്കെ കാണാൻ പറ്റുള്ളൂ പറഞ്ഞിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച്. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഫാൻസി ഐറ്റംസാണ്. അപ്പോൾ ഇതിൽ കുറേ മാല ഉണ്ടായിരുന്നു, പക്ഷെ നല്ല വലുതായിരുന്നു. പിന്നെ എനിക്കതൊന്നും പറ്റിയില്ല ഫ്രണ്ട്സ്. പിന്നെ വന്നിട്ട് ഗോൾഡ് കവറിങ് പോലത്തെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ വാങ്ങിച്ചൊന്നുമില്ല, ഒക്കെ പെരുന്നാളിന് വാങ്ങിയതുണ്ട് പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് ഇങ്ങനത്തെ ഒന്നും ഇപ്പോൾ ഇഷ്ടമല്ല ഞാൻ ഇടാൻ. പിന്നെ വന്നിട്ട് ആലത്തൂരിൻ്റെ വാഷിംഗ് മെഷീൻ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറേ മോഡൽ വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഇനി വാങ്ങുന്നത് എന്താ വെച്ചാൽ പുതിയ തന്നെയാണ് ഞങ്ങൾ വാങ്ങിച്ചിട്ടുള്ളത് വാഷിംഗ് മെഷീൻ ഇപ്പോൾ. അപ്പോൾ ഒന്ന് നോക്കി നമ്മൾ ആലത്തൂർ വേണം പറഞ്ഞിട്ട് എന്താ ജസ്റ്റ് റേറ്റ് നോക്കി. പിന്നെ ഇവിടുത്തെ ഇങ്ങനെ ടോയ് കാറൊക്കെ കണ്ടിട്ട് കുഞ്ഞാനെനിക്ക് അതിൽ തന്നെ കണ്ണ്. പിന്നെ അതിൻ്റെ കൂടെ എന്താ 2 ടെഡി ബിയറൊക്കെ കിട്ടുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവസാനം അതൊക്കെ വിട്ടാൽ മൈക്കിൽ പോയി. മൈക്കും അതിൻ്റെ സ്പീക്കറും ബ്ലൂടൂത്ത് സ്പീക്കർ അങ്ങനെയൊക്കെ കിട്ടിയിട്ട്. അപ്പോൾ അവൻ അത് വേണമെന്നിട്ട് മൈക്കിൽ കുറച്ച് സംസാരിക്കുന്ന പോലെ കാട്ടി. പിന്നെ നമ്മൾ ലാപ്ടോപ്പൊക്കെ നോക്കി. അത് നമ്മുടെ കയ്യിലുള്ള ലാപ്ടോപ്പ് പോലെ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും നമ്മുടെ ലാപ്ടോപ്പൊക്കെ ഇത്തിരി കേട് വന്നു. പിന്നെ ഇങ്ങനത്തെ TV തന്നെ വാങ്ങും പറഞ്ഞിട്ട് വാശി പിടിച്ചു അവൻ ഇങ്ങനത്തെ TV തന്നെ വേണം പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ പിന്നെ വാങ്ങാൻ പറഞ്ഞു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിത് മൈക്ക് നോക്കുക ഫ്രണ്ട്സ്. മൈക്കിലാണ് ഇപ്പോൾ കുഞ്ഞാനയ്ക്ക് കണ്ണ്. അപ്പോൾ ഞാനും ഒന്ന് ജസ്റ്റ് സംസാരിക്കുന്ന പോലെ കാട്ടി, പക്ഷേ അതിൽ സ്പീക്കറൊന്നും ഓൺ ആയിട്ടില്ല. എന്നാലും ഞങ്ങൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞിട്ട് കുഞ്ഞാനെ വന്നിട്ട് ഞാൻ നബിദിനത്തിൻ്റെ മൈക്കിലാണ് പാട്ട് പാടിയല്ലോ പറഞ്ഞു. അപ്പോൾ ഞാൻ ഗ്രൂപ്പ് സോങ് ഒക്കെ പാടിയിട്ടുണ്ട്. അല്ലാണ്ട് അച്ചിക്കൊന്നും കണ്ടിട്ടില്ല ഫ്രണ്ട്സ്. അപ്പോൾ ടൈറ്റൻ്റെ കമ്പനി മാത്രമേ എനിക്ക് വാച്ചിൽ അറിയുള്ളൂ, ബാക്കിയൊന്നും എനിക്ക് അങ്ങനെ അറിയില്ല ഫ്രണ്ട്സ്. പിന്നെ ഇവിടെ കണ്ട കമ്പനിയും ടൈറ്റൻ തന്നെയാണ്. ബാക്കിയുണ്ട്, പക്ഷെ നമ്മൾ ടൈറ്റൻ തന്നെയാണ് നോക്കിയത്. അപ്പോൾ എന്താണ് കുറേ വാച്ച് മോഡലുണ്ടായിരുന്നു, വിൻറ്റേജ്, സ്മാർട്ട് വാച്ച്, നോർമൽ, കുട്ടികളുടെ അടക്കം ടൈറ്റൻ്റെ വാച്ച് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ അത്രയൊന്നും ആവശ്യമില്ല. അപ്പോൾ നമ്മളൊരു വാച്ച് വാങ്ങിച്ചു ഫ്രണ്ട്സ്. സ്മാർട്ട് വാച്ച് കുറേ ദിവസമായി വിചാരിക്കണോ അങ്ങനെ വാങ്ങിച്ചു. അപ്പോൾ എനിക്ക് എസ്കലേറ്ററിൽ വരാൻ പേടിയാണെന്നറിയാമല്ലോ ഫ്രണ്ട്സ് നിങ്ങൾക്ക്. അപ്പോൾ ഞാൻ താഴത്തേൽ വരുന്നത് എനിക്ക് നല്ല പേടിയാണ് മേലത്തേൽ പോണതിനെക്കാട്ടിലും. എന്തൊക്കെയോ കണ്ട് കഴിച്ചുകൊണ്ടാണ്, എന്താണ് കഴിച്ചുകൊണ്ടിരുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്താണ് ഞങ്ങളങ്ങനെ എപ്പോൾ വന്നാലും ഹൈപ്പർ മാർക്കറ്റിൽ പോകും. പിന്നെ ഇവിടെ ഒരു കുട്ടി നിലത്ത് വന്ന് കരയുണ്ടായിരുന്നു, എന്താണെന്നൊന്നും അറിയില്ല.
അത് കഴിഞ്ഞിട്ട് ഞാൻ ഒറ്റയ്ക്ക് ട്രോളി എടുത്തിട്ട് വന്നു. എന്നിട്ട് അതുകൊണ്ട് നമ്മൾ ഉള്ളിലേക്ക് കയറി ഫ്രണ്ട്സ്. തിരക്കുണ്ടായിരുന്നു നല്ലേ. അപ്പോൾ കുഞ്ഞാൻ അതിൽ ഇരിക്കണം പറഞ്ഞു. 2-3 കുട്ടികളൊക്കെ ഇരിക്കുന്നത് കണ്ടിട്ട് അപ്പോൾ അവൻ ഞാൻ എങ്ങനെയൊക്കെയോ കയറ്റി ഇരുത്തി ഫ്രണ്ട്സ്. അവൻ നല്ല വെയിറ്റ് ഉള്ളത് കൊണ്ട് എനിക്ക് ആദ്യം ഇരുത്തിയാൻ പറ്റിയില്ല, കാണുന്ന പോലെയല്ല. പിന്നെ വാപ്പ ആദ്യം വേണ്ട പറഞ്ഞു. പക്ഷെ അവൻ കേൾക്കാണ്ട് എനിക്ക് അതിൽ തന്നെ ഇരിക്കണം പറഞ്ഞു. എന്നിട്ട് ഞാൻ ആരും ഇല്ലാത്ത അവിടെ നോക്കി അവനെ കയറ്റി ഇരുത്തി ഫ്രണ്ട്സ്. അവിടെ ആദ്യം ഞാൻ വിചാരിച്ചു അവന് ഇരുന്നു പറഞ്ഞ നാണം വന്നിട്ട് അണിച്ചു വരുന്നു. പക്ഷെ അവന് ബില്ലിടുന്നത് വരെയും അതിൽ തന്നെ ഇരുന്നു ഫ്രണ്ട്സ്. അപ്പോൾ ഇത്രയും ദിവസം അവന് ഇരുന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇതിൽ. അവന് സാധാ പോലെ നടന്നിട്ടാണ് വന്നിട്ടുള്ളത്. ഏതോ കുട്ടി ഇരുന്ന് കണ്ടിപ്പോൾ അവന് ഇരിക്കണം തോന്നിയിട്ടായിരുന്നാണ്. അതിനവിടെ ആദ്യം ഇരുന്നപ്പോൾ എണിച്ച് നിൽക്കണ്ടായിരുന്നു. പിന്നെ അവൻ അവിടെ ഇരുന്നു ഫ്രണ്ട്സ്, ഇരിക്കാൻ പറഞ്ഞിട്ട്. അല്ലാണ്ട് അവന് വെറുതെ എണിച്ച് നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ മറ്റുള്ള കുട്ടികൾ ഇരുന്നാലും കൂടെ ഇരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഇരിക്കാൻ പറഞ്ഞു. അപ്പോൾ നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അത്യാവശ്യം. കുറേ സ്ഥലമൊക്കെ വന്ന പോലെ ഉണ്ടായിരുന്നു. പിന്നെ കൂടെ വന്നിട്ട് എന്തോ ഫെസ്റ്റിവലാണ്, ബിരിയാണി ഫസ്റ്റ് എന്തോ ആണ്. അപ്പോൾ നമ്മൾ ബിരിയാണി ഒന്നും വാങ്ങിയില്ല. എന്താ വെച്ചാൽ വലിയ പെരുന്നാളായതുകൊണ്ട് ഒരാഴ്ച ഫുൾ അതിൻ്റെ ഒരു എന്താ പറയുക, ബിരിയാണി മാത്രമായിട്ടായിരുന്നു ഒരാഴ്ച ഫുഡ്. അപ്പോൾ അതുകൊണ്ട് നമ്മളിതൊന്നും വാങ്ങിച്ചേ ഇല്ല ഗൈസ്. അപ്പോൾ എന്തായാലും കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല. അപ്പോൾ ഇത് കിച്ചണിൻ്റെ അടുത്തായിരുന്നു ഈ ലുലു മാളിലത്തെ. അപ്പോൾ കുഞ്ഞാനെ വന്നിട്ട് ഇങ്ങനെ നോക്കണ്ടായിരുന്നു. പിന്നെ ആർക്കും വേണമെന്നൊന്നും തോന്നിയില്ല, മടുത്തു തിന്നിട്ട്. അപ്പോൾ കുറേ വെറൈറ്റി വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ വല്ലതും വാങ്ങണമെന്ന് നോക്കി, പക്ഷെ നമ്മൾ വാങ്ങിച്ചൊന്നും ഇല്ല കേട്ടോ ഫ്രണ്ട്സ്, വേണ്ട പറഞ്ഞിട്ട്. അപ്പോൾ പിന്നെ നമ്മളെപ്പോഴും ഉള്ള പോലെ തന്നെയാണ് ഉണ്ടായിരുന്നത്. നേരത്തെയൊക്കെ നമ്മൾ വരുമ്പോൾ ഒരുപാട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു സാധനങ്ങൾ. പക്ഷെ ഇപ്പോൾ വന്നിട്ട് ഒക്കെ ഉണ്ട് ഫ്രണ്ട്. അങ്ങനെ നമ്മൾ പീസ വേണമെന്ന് നോക്കി. പക്ഷെ ആ പീസ നമുക്ക് അന്ന് ഒരിക്കൽ ട്രൈ ചെയ്തിട്ട് ഇത്തിരി കുളമായിപ്പോയതുകൊണ്ട് പിന്നെ വാങ്ങാൻ തോന്നില്ല. എന്താ വെച്ചാൽ ആദ്യം നമ്മൾ ഫസ്റ്റ് വാങ്ങി ഉണ്ടാക്കിയപ്പോൾ അത് അടിയിലൊക്കെ ഇത്തിരി എന്താ പറയുക കരിഞ്ഞു മുരിഞ്ഞു പോയി ഫ്രണ്ട്സ്. അതുകൊണ്ടാണ്. പിന്നെ വന്നിട്ട് നമ്മൾ ഓരോന്നും കണ്ടു. പക്ഷെ നമ്മൾ ഇവിടെ വന്നിട്ട് നമ്മൾ ബേൽപൂരി വാങ്ങിച്ചു. ഓരോ സ്ഥലങ്ങളൊക്കെ എന്താണെന്ന് എനിക്കറിയില്ല. എന്നുവെച്ചാൽ ഈ ഒരു ഭാഗം ഫുള്ള് ഫുഡിൻ്റെ ഒരു ഭാഗം ആയതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ബേൽപൂരി ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 70 റുപ്പീസ് ആയിരുന്നു. അപ്പം എന്താ പറയുക, നമ്മൾ അന്ന് വരുമ്പോൾ അന്ന് നമ്മൾ പാവ് ബജിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ ബേൽപൂരിയാണ് വാങ്ങിച്ചു. ഒന്നേ വാങ്ങിച്ചുള്ളൂ, ജസ്റ്റ് ട്രൈ ചെയ്യാൻ. പിന്നെ ഇവിടെ കുറച്ച് കേക്കൊക്കെ ഉണ്ടായിരുന്നു. കേക്ക് ഇപ്പോൾ നമുക്ക് ഇങ്ങനത്തെ വേണ്ടാണ് ഇത് അപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവരും. പിന്നെ ഡെയിലി അല്ല, എപ്പോഴും വന്നാലും നമ്മൾ ഇവിടെ നിന്ന് കുബൂസ് എടുക്കും. ഇവിടുത്തെ കുബൂസ് എല്ലാവർക്കും ഇഷ്ടമാണ് ഫ്രണ്ട്സ്. പക്ഷെ എന്താ അത് എന്നുണ്ടാക്കി നമ്മൾ ഇന്നാ പോയി പറഞ്ഞാൽ ഇന്നത്തെ ഡേറ്റ് ആയിരിക്കും ഉണ്ടാക്കിയത്. പക്ഷേ എക്സ്പീരി ഇനി 2 ദിവസം ഉണ്ടാവുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 3 പാക്കറ്റ് എടുത്തു. 2 പാക്കറ്റ് കഴിക്കാനും പിന്നെ 1 പാക്കറ്റ് ആൽത്തൂരും കൊടുത്തു വിടാൻ വേണ്ടിയിട്ടാണ്. അവർക്ക് ഇഷ്ടമാണ് പറഞ്ഞിട്ട്. അപ്പോൾ എന്തായാലും വാങ്ങിച്ചതല്ലേ പറഞ്ഞിട്ട്. കേക്ക് നമ്മൾ കുറേ നോക്കി, ചിലപ്പോൾ മെൽറ്റായി പോകാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചില്ല. പിന്നെ ഒരുപാട് സമയമായി ഫ്രണ്ട്സ് നമ്മൾ വരാൻ തന്നെ. ഇവിടെ കറങ്ങിയിട്ട് സമയം പോയത് സത്യം പറഞ്ഞാൽ നമുക്ക് അറിഞ്ഞില്ല. അത് കട്ട് പീസ് കേക്കായിരുന്നു, വെൽവെറ്റ് കേക്ക് ഉണ്ടായിരുന്നു, പിന്നെ എന്തോ പിങ്ക് കളർ അതൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കേക്കിൻ്റെ പേര് എനിക്ക് ശരിക്കും അറിയില്ല. അതിൽ അത്ര എഴുതിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ചിലയിൽ പേരൊക്കെ. അപ്പോൾ കുറേ വെറൈറ്റി ഉണ്ടായിരുന്നു. ഈ ക്രീമൊക്കെ എങ്ങനെ ഡെക്കറേറ്റ് ചെയ്യണമെന്ന് അറിയില്ല. പിന്നെ ചിലതൊക്കെ അറിയാം, ഉമ്മ കേക്ക് ഉണ്ടാക്കിയത് കൊണ്ട് അതെങ്ങനെയൊക്കെ അതിൻ്റെ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയാൻ പറ്റി. അപ്പോൾ കുറേ കേക്ക് ഉണ്ടായിരുന്നു. പീസ് 80 റുപ്പീസ് അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ മെൽറ്റായി പോയാലോ പറഞ്ഞിട്ട് വാങ്ങിച്ചില്ല. പിന്നെ വന്നിട്ട് കുറേ സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. പിന്നെ അതിന് കുറേ സാധനങ്ങളുണ്ടായിരുന്നു കേട്ടോ ഫ്രണ്ട്സ്. പിന്നെ ഇപ്പോഴത്തെ വെറൈറ്റി ട്രെൻഡായിട്ടുള്ള ഈ ലോട്ടോ ബിസ്ക്കറ്റും അതിന് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവങ്ങളില്ലേ ഫ്രണ്ട്സ്, അതവിടെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മളൊന്നും വാങ്ങിച്ചില്ല, ഒക്കെ വെൽറ്റായി പോവാ പറഞ്ഞിട്ടാണ്. പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ വാങ്ങാൻ പറഞ്ഞിട്ട് കുറേ ഉണ്ടായിരുന്നു. വെറൈറ്റി ഡോണറ്റ്സ് ഉണ്ടായിരുന്നു, കേക്ക് ഉണ്ടായിരുന്നു, കപ്പ് കേക്ക് ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേർക്ക് അറിയാമല്ലോ ഫ്രണ്ട്സ് ഇവിടെ എന്തൊക്കെ ഉണ്ടാവുന്നത്. പിന്നെ കുറേ സ്നാക്സ് ഉണ്ടായിരുന്നു. കുഞ്ഞാൻ അവിടെ ഇറച്ചി നിന്നിട്ട് ഗെയിം കളിക്കുകയാണ്. അവരെ വാപ്പനെ കാണാണ്ട് ഓരോന്നൊക്കെ എടുത്ത് വണ്ടിയിൽ ഇരുന്നിട്ട് ഫ്രണ്ട്സ് ഇറച്ചി നിന്നിട്ട്. അപ്പോൾ അത് അറിയില്ല. പിന്നെ നമ്മൾ വേണ്ടാത്തതൊക്കെ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ വെജിറ്റബിൾസ് എടുക്കാൻ വന്നു. ബീൻസ്, പയർ അങ്ങനെയൊക്കെ എടുക്കുകയാണ്, വെണ്ടയ്ക്ക, അങ്ങനെ കുറച്ച് പച്ചക്കളർ ഐറ്റംസ്. അവിടെ ഫുള്ള് പച്ചക്കളറായി തോന്നി ഫ്രണ്ട്സ് വീഡിയോയിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞാൻ എന്തൊക്കെയോ വാപ്പാനേൽ വേണം പറയണേ. പിന്നെ ഇവിടെ കുറേ ഫ്രൂട്ട്സ് ഉണ്ടായിരുന്നു.
എപ്പോൾ വന്നാലും നമ്മൾ ഒത്തിരി വിറ്റാമിനായിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങാറുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ഫ്രൂട്ട്സ് നോക്കി. ഇത് വന്നിട്ട് ഇങ്ങനെ പൊളിച്ചിട്ട് ചക്ക, ചെറിയ ചെറിയ ചക്കയാണ്. പക്ഷെ ഇതൊന്നും പഴുത്തിട്ടില്ലാത്തതുകൊണ്ട് നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ വാങ്ങിയിട്ടുണ്ട് മാംഗോസ്റ്റീൻ പറഞ്ഞൊരു ഫ്രൂട്ടാണ്. എനിക്ക് ശരിക്കും പറയാനും കിട്ടില്ല. അപ്പോൾ നമ്മളത് വാങ്ങിച്ചു. ഒത്തിരി വിറ്റാമിനായിട്ടുള്ള അവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു അതെന്തൊക്കെ ഫ്രൂട്ട്, എന്തൊക്കെ കഴിച്ചാൽ എന്തൊക്കെ വരുന്നു, എന്തൊക്കെ മാറും എന്നൊക്കെ. അപ്പോൾ അതുകൊണ്ട് നമ്മളങ്ങനെ നോക്കിയിട്ടൊക്കെ ഇത്തിരി വാങ്ങിച്ചു. ഒരുപാടും വാങ്ങിച്ചൊന്നുമില്ല, അത്ര സാധനങ്ങളൊന്നും ആവശ്യമില്ല ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ വാങ്ങിയിട്ട് നോക്കിയിട്ട് കുഞ്ഞാനാ എന്തൊക്കെയോ നോക്കി നിൽക്കുകയാണ് വീഡിയോ എടുക്കുമ്പോൾ. അവർ സുഖം ഫ്രണ്ട്സ് അതിൽ ഇങ്ങനെ നിൽക്കാലോ പറഞ്ഞിട്ട് അതിലിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിലിരുത്തിയത്. പക്ഷെ അവരതിൽ നിന്നുകൊണ്ടിരിക്കുകയാണ്. അതിനേക്കാളും നല്ലത് സാധാ താഴെ ഇരിക്കണതാണ്. പിന്നെ നമ്മളൊരു ഓറഞ്ച് പോലത്തെ ഫ്രൂട്ട് വാങ്ങിച്ചു. ടേസ്റ്റ് ഉണ്ടാവും വെറുതെ വാങ്ങിച്ചു. പക്ഷെ വീട്ടിൽ വന്ന് കഴിച്ചു നോക്കിയപ്പോൾ പുളിച്ചിട്ട് വയ്യ ഫ്രണ്ട്സ്, എന്താ ഒരു കശപ്പാ. അപ്പോൾ നമ്മൾ ആൾക്ക് അതിന് ഇത്തിരി ബില്ലൊക്കെ ഇട്ടു. പറഞ്ഞാൽ പച്ചക്കറി മാത്രമായിട്ടുള്ളൊരു ബില്ല്. പിന്നെ ഇവിടെ ഫ്രൂട്ട് ജെല്ലി കണ്ടു. രണ്ടും ഫ്ലേവറേറ്റാണ്, പക്ഷേ ഇവിടെ റേറ്റ് കൂടുതലാണ് ഫ്രണ്ട്സ്. പക്ഷേ ഇത് നല്ല റേറ്റ് ആകാൻ വേണ്ടി ഞങ്ങളുടെ വീട്ടിൻ്റെ അടുത്തുള്ളൊരു കടയിൽ കിട്ടും. ബട്ട് നമ്മളവിടെ വാങ്ങാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം നോക്കുകയൊക്കെ ചെയ്തു, പക്ഷെ വേണ്ട പറഞ്ഞു. അപ്പോൾ നമ്മൾ പിന്നെ വാങ്ങാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇവിടെ കുറേ സെറ്റായിട്ട് 2 എണ്ണം 3 എണ്ണം 4 എണ്ണം 5 എണ്ണം അങ്ങനെ ആയിട്ടായിരുന്നു. പക്ഷെ നമ്മൾ വാങ്ങിച്ചില്ല ഫ്രണ്ട്സ്. കുഞ്ഞാണിക്ക് അതൊന്നും അല്ല. ആദ്യം ഓരോടൊക്കെ വേണം പറഞ്ഞു. ആ ഒരു ഫോൺ കിട്ടിയപ്പോൾ അപ്പോൾ ഒന്നും വേണം ഫ്രണ്ട്സ്, സൈലൻ്റായി. പിന്നെ നമ്മൾ കുറച്ച് കോൺഫ്ലെക്സ് ഒക്കെ നോക്കി. പക്ഷെ അത് ഒരുപാട് വലുത് ഒരുപാട് ചെറുത്, അല്ലാണ്ട് മീഡിയം സൈസിലുള്ളതില്ല. അപ്പോൾ പിന്നെ ചോക്കോസൊക്കെ വാപ്പാൻ്റെ കടയിലുണ്ട്. പിന്നെ മ്യൂസ്ലി വാപ്പാൻ്റെ കടയിലുണ്ട്. പിന്നെ ഇതൊക്കെ വാങ്ങിച്ചാലും പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റില്ല. എന്താണെന്ന് വെച്ചാൽ നേരത്തെ സ്കൂളിൽ പോവും. അപ്പോൾ എപ്പോഴും ചോറപ്പോൾ കഴിക്കണത്. കുഞ്ഞാനിക്കാണെങ്കിൽ ബസ് വിട്ട് വന്നിട്ട് കുഴപ്പമില്ല, ഇപ്പം അവർക്ക് ഇത്തിരി സമയമൊക്കെ കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോ നോക്കി വേണ്ട പറഞ്ഞു. എന്താ വെച്ചാൽ കോൺഫ്ലെക്സ് അല്ല മ്യൂസ്ലി പോലത്തെ എന്തൊക്കെയോ ആണ്. നമ്മൾ വെള്ളമാക്കി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആ വെള്ളം കുടിക്കുകയാണ് ഫ്രണ്ട്സ് ഇത്തിരി. എപ്പോഴും ഞാൻ വെള്ളം കൊണ്ടുവരും. ഞാനാണ് വെള്ളമൊക്കെ ആക്കാറുള്ളത്. എന്തായാലും എപ്പോഴും ഞാൻ വെള്ളം ആക്കും. അല്ലെങ്കിൽ എനിക്ക് എന്താ പറയുക, എപ്പോഴും വെള്ളം ആക്കിയില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവില്ല. എന്നുവെച്ചാൽ എന്തായാലും എനിക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കും പറഞ്ഞിട്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ നമ്മുടെ ഷോപ്പിങ്ങും പർച്ചേസൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ലുലു മാളിൽ നിന്ന് വീട്ടിലേക്ക് പോവുക ഫ്രണ്ട്സ്. അപ്പോൾ നല്ല രസമായിരുന്നു ഇങ്ങനെ രാത്രി പോവാൻ. അപ്പോൾ ഇത്രയുള്ള ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.